ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഡ്രീമാണ് അല്ലേ? പക്ഷെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ നിങ്ങൾ എല്ലാവരും CUT എഴുതി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും റിസൾട്ടിനെ. പക്ഷെ അത് മാത്രം പോരാട്ടോ. ഏകദേശം 69ഓളം കോളേജുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ഇതൊന്നും മിസ്സാക്കാതിരിക്കാൻ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. അതെന്താണെന്നറിയോ? CSAS 2024 എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം. ഇതുകൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള ഇത്രയും കോളേജസിൽ അതിമനോഹരമായിട്ട് നമ്മുടെ ഗ്രാജുവേഷൻ ഡേയ്സ് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് 3 ഫേസുകളുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അതാണ് ഈ കാണുന്നത്. ഫേസ് 1 അപ്ലിക്കേഷൻ, ഫേസ് 2 പ്രിഫറൻസ് ഫില്ലിംഗ്, ഫേസ് 3 കോളേജ് അലോക്കേഷൻ. അപ്പോൾ ഈ പറയുന്ന ഫേസ് 1 ആണ് നമ്മുടെ റിസൾട്ട് വരുന്നതിന് മുന്നേ, CUET റിസൾട്ട് വരുന്നതിന് മുന്നേ നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വമേധയാ ഇത് സ്വന്തം എഫേർട്ടിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫേസ് 1 നിങ്ങൾ കണ്ടു അപ്ലിക്കേഷൻ ഫില്ലിംഗ് ആണ് എന്നുള്ളത്. ഈ പറയുന്ന രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട് വന്നതിന് ശേഷമാണ്. അപ്പൊ നമ്മൾ തൽക്കാലം അതിനെക്കുറിച്ച് ബോധേഡാവേണ്ട ആവശ്യമില്ല. ആൻഡ് ഫേസ് 3 എന്ന് പറയുന്നത് റിസൾട്ട് വന്ന് ഫേസ് 2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫേസ് 1 എങ്ങനെ ചെയ്യാം, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടുന്നത് ഏത് പോർട്ടലിലാണ്? നിങ്ങൾ www.admission.uod.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങളുടെ ഗൂഗിൾ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെർച്ച് ബട്ടൺ അങ്ങ് അമർത്തുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് അഗൈൻ അതിനകത്ത് ഒരു അടിപൊളി PDF ഉണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ അതിനകത്തുണ്ട്. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? നിർബന്ധമായിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫേസ് 1ന്റെ ഡീറ്റെയിൽസ് മൊത്തം വായിച്ചിട്ടുണ്ടാവണം. പക്ഷെ അത് വായിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇങ്ങനെ സഹായിക്കാം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് വേണമെന്നറിയോ? നമ്മുടെ CUTയുടെ അപ്ലിക്കേഷൻ നമ്പർ ആവശ്യമാണ്. ഇതില്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ, CUT എക്സാമിന് അപ്പയർ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. എഗെയിൻ എന്ത് അപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ഫീസ് ഉണ്ടാവൂലേ? സോ ഇതാണ് നമ്മുടെ അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. അൺറിസർവ്ഡ്, OBC, NCL അതുപോലെ EWS കാറ്റഗറി ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 250 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത്. ആൻഡ് അഗെയിൻ SC, ST, PWBD സെക്ഷൻ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത്. ശ്രദ്ധിക്കുക, അപ്ലിക്കേഷൻ ഫീസ് കൊടുക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫേസ് 1ലേക്ക് വരികയാണ്. നമ്മുടെ പേര്, സിഗ്നേച്ചർ ആൻഡ് നമ്മുടെ ഫോട്ടോ ഇത് ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് നമ്മുടെ CUT പോർട്ടലിൽ നിന്ന് ഈ ഒരു പോർട്ടലിലേക്ക് വരുന്നതായിരിക്കും. നമ്മൾ CUT നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ നമുക്കിത് യാതൊരു തരത്തിലും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് ഒരുപാട് ഡോക്യുമെന്റ്സ് ആവശ്യമായിട്ടുണ്ട്. ആ ഡോക്യുമെന്റ്സ് ഏതാണെന്ന് ആദ്യം ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈലിൽ ഇത് സ്കാൻ ചെയ്ത് നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ആൻഡ് അഗെയിൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സെക്ഷൻ വരുന്നത് നമ്മുടെ പേഴ്സണൽ സെക്ഷൻ ആണ്. ഈ പേഴ്സണൽ സെക്ഷനിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഉണ്ടാവുമല്ലോ, +2 അതുപോലെ +10th, ദെൻ നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇത്തരം ഡോക്യുമെന്റ്സിലുള്ള ഡീറ്റെയിൽസും നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസും വളരെ കൃത്യമായിരിക്കണം. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. ആൻഡ് അഗെയിൻ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, നമ്മുടെ കാറ്റഗറി സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടാവണം. ഈ പറയുന്നത് പോലെ PWBD ആണോ, SC ആണോ, OBC ആണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഓരോരോ ആൾക്കും കൃത്യമായിട്ടുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ആ ഡോക്യുമെന്റ്സിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി വായിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമല്ലോ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒന്നും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നമ്മുടെ പാരന്റിന്റെ പേര്, നമ്മുടെ കാറ്റഗറി, സബ് കാറ്റഗറി, കാസ്റ്റ് എക്സെട്ര, ആൻഡ് ജെൻഡർ, മെയിൽ ID, മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതൊന്നും യാതൊരു തരത്തിലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ആലോചിച്ചിട്ടുണ്ടാവണം. അതിനനുസരിച്ചിട്ട് തന്നെ ആയിരിക്കണം ഇതൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക.
സാധിച്ചിട്ടുണ്ടാവേണ്ടത്. ആൻഡ് അഗെയിൻ നമ്മുടെ അക്കാഡമിക് സെക്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മാർക്ക് ഷീറ്റ് എന്ന് പറയുന്നത് +1 +2 ഒന്നിച്ചുള്ള മാർക്ക് ഷീറ്റ് ആയിരിക്കും. അതെങ്ങനെ ആയിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, ഡോക്യുമെന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ക്ലാസ് 12ന്റെ ഡീറ്റെയിൽസ് മാത്രമാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അത് കൃത്യമായിട്ട് നിങ്ങൾ ആലോചിക്കണം. ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ +2 എന്തായാലും പാസ്സായിട്ടുണ്ടാവണം. ആ മിനിമം പാസ് മാർക്ക് ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഈ ഒരു എക്സാമിന് അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. ഓക്കെ, ആൻഡ് അഗെയിൻ CUT റിസൾട്ടിലും നിങ്ങൾക്കൊരു മിനിമം പാസ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു 3 ഫേസും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് അഗെയിൻ ഇവിടെ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് സ്പോർട്സ് സെക്ഷൻസ് അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾ പല ആൾക്കാർ സ്പോർട്സിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ, ഡാൻസും പാട്ടും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിനും പ്രത്യേകമായിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അതും നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ആൻഡ് അഗെയിൻ എല്ലാ സാധനങ്ങളും അപ്ലോഡ് ചെയ്തതിന് ശേഷം, ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ആൻഡ് പ്രിവ്യൂ എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവണം. അപ്പം നിങ്ങൾ എല്ലാവരും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ ഈഗറായിട്ട് വളരെ സന്തോഷത്തോടെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള മിസ്റ്റേക്സും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. അതുപോലെ തന്നെ ഈ ഒരു മൊത്തം ഫേസസും വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടും ഉണ്ടാവണം. എക്സാം ഒക്കെ പാസ്സായി നല്ല മാർക്സ് ഒക്കെ കിട്ടിയതിന് ശേഷം ഈ ഒരു കേസിൽ നമ്മുടെ മിസ്റ്റേക്ക് കാരണം നമുക്ക് ഒരിക്കലും നമ്മുടെ ഡ്രീം യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ മിസ്സാവരുത്. ഓക്കെ, അപ്പൊ മറക്കരുത്, എന്ത് ഹെൽപ്പിനും എഡ്യൂപോർട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഈ ഒരു ഫേസിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പുറകെ ഞങ്ങൾ എല്ലാവരും വന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇതുവരെ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതറിയണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ മറക്കരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. ബാക്കി ഡീറ്റെയിൽസുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.